വെൽക്കം ടു ഗ്ലോസ് ചാനൽ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് 10ാം ക്ലാസ്സിലെ ഹിന്ദി 1ാം പാഠത്തിലെ ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ 1ാം ഭാഗം നമുക്ക് മലയാളത്തിൽ കേൾക്കാം. ആദ്യമായി തന്നെ ഇതിലൊരു ചെറിയ കവിത കൊടുത്തിട്ടുണ്ട്. പ്യാർ ബാരിഷ് കി പഹലി ബൂന്ദേ മേ ഹേ, പ്യാർ ഫൂലോं की खुशबू में है, प्यार ढलते सूरज की किरणों में है, പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേ ഹേ. ഇവിടെ പറയുന്നത് സ്നേഹത്തെ പറ്റിയാണ്. സ്നേഹം ഭൂൽ പൂക്കളിലുണ്ട്, ചിടിയ പക്ഷിയിലുണ്ട്, പേട് മരങ്ങളിലുണ്ട്, സൂരജ് സൂര്യനിലുണ്ട്, പഹാഡ് മൗണ്ടെയിൻ മലകളിലുണ്ട്. നമുക്ക് ഈ വരികളുടെ അർത്ഥം ഒന്ന് ജസ്റ്റ് നോക്കാം. സ്നേഹം മഴയുടെ ആദ്യ തുള്ളിയിലുണ്ട്, സ്നേഹം പൂക്കളുടെ സുഗന്ധത്തിലുമുണ്ട്, സ്നേഹം ഉദയ സൂര്യൻ്റെ കിരണങ്ങളിലുമുണ്ട്, സ്നേഹം പുതിയ ദിനത്തിൻ്റെ പ്രതീക്ഷയിലുമുണ്ട്. വാക്കുകളുടെ അർത്ഥവും മേള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി കാണുമല്ലോ. അപ്രകാരമുള്ള സ്നേഹം ദോസ്തി സുഹൃത്ത് ബന്ധത്തിലുമുണ്ട്. അങ്ങനെയുള്ളൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ബീർ ബഹൂട്ടി. എന്താണ് ബീർ ബഹൂട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം? നമ്മൾ ഇംഗ്ലീഷിൽ ലേഡി ബഗ് എന്ന് പറയും. ഇത് പല സ്പീഷീസിൽ പെട്ടുണ്ട്. പൊന്നാമ, സ്വർണ്ണപ്പങ്ക് അങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നതാണ്. അവയെപ്പറ്റി ഒരു വീഡിയോ കാണാം. कितनी सुहावनी है, चारों ओर हरियाली ही हरियाली है। बारिश की पहचान है बेर बहूटियां। सावन के महीने में दिखाई देती हैं बेर बहूटियां। अक्सर ये खेतों में पाई जाती हैं। देखने में कितनी सुंदर हैं। लाल रंग की ये बेर बहूटियां मुलायम भी हैं। ये अकेले नहीं जोड़ों में पाई जाती हैं। बच्चे बुजुर्ग इन्हें बहुत पसंद करते हैं. ഇവയിൽ ബീർ ബഹൂട്ടിയുടെ വിശേഷത അല്ലാത്തത് ഏതാണ്? സൂർക്ക്, മുലായം, ഗദ്ബതി, പീല. വാക്കുകളുടെ അർത്ഥം കണ്ടു കാണുമല്ലോ അല്ലേ? ഉത്തരം പീല, മഞ്ഞ. മഞ്ഞ നിറം ബീർ ബഹൂട്ടികളുടെ വിശേഷണമല്ല. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. ബാദൽ എന്ന് പറഞ്ഞാൽ മഴമേഘം. അപ്പം മഴ വളരെ നന്നായി പെയ്തിരുന്നു. ബഹുത് ബർസ് ലിയത്തെ ഫിർബി. എന്നിട്ടും ധാരാളം വെള്ളം അവയിൽ ബാക്കിയുണ്ടായിരുന്നു, മിച്ചമുണ്ടായിരുന്നു. വെ ഖേത്തോം ജംഗളോം കി ഉപ്പർ. അവ വയലുകളുടെയും വനാന്തരങ്ങളുടെയും മുകളിൽ ഛായ ഹുയേത്തെ വ്യാപിച്ചു കിടക്കുകയായിരുന്നു. സാര ആകാശ്. ആകാശം മുഴുവനും മേഘോം സെ ഭറാത്ത. മേഘാവൃതമായിരുന്നു. മേഘത്തിൻ്റെ തണലിൽ മേഘാങ്കി ഛായോമി. ഗീലി ഹവായ്. നനവുള്ള കാറ്റ് അങ്ങുമിങ്ങും ഇധർ ഉധർ ഘൂം രഹി തീ. പാറി നടന്നിരുന്നു. പേടോം കെ തന്നെ. മരത്തിൻ്റെ ചില്ലകൾ അഭീബി ഗീലത്തി. ഇപ്പോഴും നനവുള്ളവയാണ്. മൂങ്ഫലിയോം കെ ഹരേ ഖേത്തോ. മൂങ്ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടലയുടെ ചെടി. അപ്പോൾ അവ വളർത്തുന്ന വയലുകൾ അവിടെ പീലെ ഭൂൽ. മഞ്ഞ നിറമുള്ള പൂക്കൾ ഇപ്പോഴും നനവുള്ളവയാണ്. ഖേത്തോമേം. വയലുകളിൽ ചോട്ടെ ചോട്ടെ ബാജ്ര. ചെറിയ ചോളം മുളച്ചിരുന്നു. ഉഖാത്ത മുളച്ചിരുന്നു. ബാജ്രയ്ക്ക് ലെമ്പെ പത്തലെ പാത്തോം. അവയുടെ നീണ്ട് മെലിഞ്ഞ ഇലകളിൽ ഇപ്പോഴും വെള്ളത്തിൻ്റെ തുള്ളികൾ അടുക്കി വെച്ചിരുന്നു. അടുക്കി ഹുയീത്തി. അടുക്കി വെച്ചിരുന്നു. ബാരിഷ് കി ഹവ. ഹവാമേം ഗീലെ ഖേത്തും. അതായത് മഴ പെയ്തപ്പോൾ വീശിയ കാറ്റിൽ നനഞ്ഞ വയലുകളും. ഓർ ബാരിഷ് കി ഹരിയാലി. മഴ പെയ്തപ്പോൾ ഉണ്ടായ പച്ചപ്പും അവയുടെ ഗന്ധവുമെല്ലാം ഘൂലി ഹുയീത്തി. അവിടെ ആ പ്രദേശത്ത്, ആ വയലിൻ്റെ ആ പ്രദേശത്ത് അലിഞ്ഞു ചേർന്ന്. ഗൂലി ഹുയീത്തി എന്ന് പറഞ്ഞാൽ അവിടെ അലിഞ്ഞു ചേർന്നിരുന്നു എന്നാണ് അർത്ഥം. ഉനെ ബീർ ബഹൂട്ടിയാം സേ മിൽനാ ഹോത്താത്ത. ഉനെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബീർ ബഹൂട്ടികളെ, പൊന്നാമകളെ കാണണമായിരുന്നു. സോവേ. അതുകൊണ്ടവർ സ്കൂൾ കേലിയെ. സ്കൂളിൽ പോകുവാനായി വീട്ടിൽ നിന്നും കുറച്ചു സമയം നേരത്തെ ഇറങ്ങിയിരുന്നു. കസ്ബേ സേ. ടൗണിന് അടുത്തുള്ള സട്ടെ. ഇൻ ഖേത്തോമ. ഈ വയലുകളിൽ അവർ ബീർ ബഹൂട്ടികളെ ഖോജ് കർത്തേത്തെ. തേടിയിരുന്നു. സൂർക്ക്, മുലായം, ഗദ്ബതി, ബീർ ബഹൂട്ടിയാം. നല്ല ചുവപ്പ് നിറമുള്ള കോമളമായ മിനുസമുള്ള ബീർ ബഹൂട്ടികൾ.
ധർത്തി പർ ചലത്തി ഭർത്തി, അതായത് മണ്ണിലൂടെ നടന്നു നീങ്ങുന്ന രക്തം കണക്കെ, സ്നേഹം തോന്നുന്ന തരത്തിൽ രക്തം കണക്കെയുള്ള തുള്ളികൾ. പ്യാരി പ്യാരി ബൂന്തി, ബൂന്തി എന്ന് പറഞ്ഞാൽ തുള്ളികൾ, രക്തത്തുള്ളികൾ പോലെയാണവ എന്നാണ് പറയുന്നത്. ഉൻകെ ബസ്തെ, അവരുടെ ബാഗുകൾ, സ്കൂൾ ബാഗുകൾ. ഉൻകി പീഠ് പർ ലതേ ഹോത്തെ തെ, അവരുടെ പുറകുവശത്ത്. കന്ധോം പർ ടങ്കേ ഹോത്തെ തെ, അവരുടെ ചുമലിലൂടെ, തോളുകളിലൂടെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. വെ ഏക് ദൂസരേ കെ ബഹുത് നസ്ദീക് രഹക്കർ, അവർ രണ്ടുപേരും, വേ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരാൾ മറ്റൊരാളോട് വളരെ ചേർന്നിരുന്ന്. ബൾക്കി കഹ്നാ ചാഹിയെ ബിൽക്കുൽ സഡ്കർ, ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ചേർന്നിരുന്നാണ് ബീർ ബഹൂട്ടികളെ തേടിയിരുന്നത്. അതിലൂടെ അർത്ഥമാക്കുന്നത് അവരുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴമാണ്. ഉനെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി, ഇവയെ കാണാൻ വേണ്ടിയിട്ട്, ഈ ബീർ ബഹൂട്ടികളെ കാണാൻ വേണ്ടി ഇവരെന്ത് ചെയ്തു? മഴയുടെ മണമുള്ള ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായ കർത്തേത്തെ, മഴയുടെ ഗന്ധമുള്ള തവിട്ട് നിറമുള്ള ഭൂമിയിൽ ഇരുന്നിരുന്നു. ബേല, സാഹിൽ വിളിക്കുകയാണ്. ബേല ദേഖോ, നോക്കൂ, ഇസ് ബീർ ബഹൂട്ടി കാ രംഗ്, ഈ ബീർ ബഹൂട്ടികളുടെ നിറം നിന്റെ റിബണിൻ്റേതുപോലെ ചുവപ്പാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ യാതൊരു മറുപടിയും കൊടുക്കാതെ അവളങ്ങനെ ഇരിക്കുവാണ് ബേല. അപ്പോൾ സാഹിൽ വീണ്ടും ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ? ഞാൻ പറഞ്ഞത് നീ കേട്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, ആ കേട്ടു, ഹാ സുനാ. പഹലി ഗണ്ടി ലഗ് ഗയി ഹേ, സ്കൂളിൽ ആദ്യത്തെ ബെല്ലടിച്ചു. അപ്പോൾ അവൾ പറയാണ്, സ്കൂളിൽ പോകാൻ നേരമായി, ഇനി നമുക്കിവിടെ ഇരിക്കണ്ട എന്ന് പറയുകയാണ്. ലേക്കിൻ മുझे पेन में स्याही भी भरवानी है दुकान से, അപ്പം സാഹിൽ പറയുകയാണ്, പക്ഷേ എനിക്ക് കടയിൽ പോയി പേനയിൽ മഷി നിറയ്ക്കാനുണ്ട്. 1981 വർഷം രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത്, നസ്ദീഖ് എന്ന് പറഞ്ഞാൽ ജയ്പൂരിനടുത്ത്, യാത്രാ വാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും സദാ നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ നഗരത്തിൽ ഏതാണ്ട് സൂനീതങ്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിജനമായ ഇടുങ്ങിയ തെരുവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ നഗരത്തിലുള്ള വിജനമായ തെരുവുകളിലോ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുതിക്കാലുകൾ. ഖംഭോം എന്ന് പറയുന്നത് വൈദ്യുതിക്കാലുകളെയാണ്. ബിജ്ലിക്ക് ഖംഭോം, ആ വൈദ്യുതിക്കാലുകൾക്ക് നടുവിൽ വലിച്ചു കെട്ടിയ കമ്പികളുടെ നിരകൾ. ഇൻ ഗലിയോമേം, ഈ തെരുവുകളിൽ അങ്ങിങ്ങായി കാണാൻ സാധിക്കുന്ന മധുരമായി മണിമുഴക്കുന്ന വഴിക്കച്ചവടക്കാർ. ഏക് അന്ധേരി സി ഗലിമേം, ഒരു അന്ധേരി സി എന്ന് പറഞ്ഞാൽ ഇരുണ്ട, അവയിലൊരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകളുടെ ഖരോം കി ടപ്പോ, അതായത് കുളമ്പടി ശബ്ദം, ആവാജ് ശബ്ദം കേൾക്കാമായിരുന്നു. ഉൻകെ പീച്ചെ, അവയുടെ പിന്നിൽ നടന്നു വരുന്ന അർദ്ധനഗ്നനായ കുശവൻ. ഇസി ദൃശ്യക്ക് ബീച്ച്, ഈ ദൃശ്യങ്ങളുടെ നടുവിലൂടെ നീങ്ങുന്ന 2 സ്കൂൾ കുട്ടികൾ. ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും. ഇവിടെയാണ് നമ്മുടെ പ്രധാന കഥാപാത്രങ്ങളെ കഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബേലയും സാഹിലും. ഉൻ ദിനോം പേൻമേം, ആ ദിനങ്ങളിൽ പേനയിൽ 5 പൈസയുടെ 5 പൈസയ്ക്ക് നീലി സ്യാഹി, നീല നിറത്തിലുള്ള മഷി നിറച്ചു കൊടുത്തിരുന്നു. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ഡ്രോപ്പറിലൂടെയാണ്, സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ചാണ് മഷി നിറച്ചിരുന്നത്. സ്യാഹി ബച്ചീത്തി, പേനയിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചുടക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു? നിലത്ത് ഒഴിച്ചു കളഞ്ഞു. ചിടക് ദിയ. നയി സ്യാഹി, പുതിയ മഷി നിറയ്ക്കുവാൻ. ദോനോം, രണ്ടുപേരും ദുക്കാൻ പർ പഹുഞ്ച്, ദുക്കാൻ കടയിൽ എത്തിച്ചേർന്നു. ഏക് പേൻ സ്യാഹി ഭർ ദോ, സാഹിൽ സെ പെഹ്ലെ ഹി ബോലാനെ ദുക്കാൻ വാലെ സെ കഹ, സാഹിലിന് മുന്നേ തന്നെ ബേല ചാടിക്കേറി കടക്കാരനോട് പറയുകയാണ്, ഒരു പേനയിൽ മഷി നിറച്ചു തരോ. ബേട്ടാ സ്യാഹി കി ബോത്തിൽ അഭി കാലി ഹോ ഗയി ഹെ, മഷിക്കുപ്പിയിലെ മഷി ഇത് ഇപ്പോൾ അങ്ങ് തീർന്നു പോയതേ ഉള്ളൂ. അബ് തോ കൽ ഭി മിൽ പായേഗി,
ഇനിയിപ്പോൾ നാളെ അത് ലഭിക്കുകയുള്ളൂ. ലേക്കിൻ പക്ഷേ ഇസ്നെ തോ പേൻ മേ ജോ സ്യാഹി ഥി, ഇവൻ പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി ഉസേ ഭി ജമീൻ പർ ചിടക് ദിയ, അത് മുഴുവനും നിലത്ത് ഒഴിച്ചു കളഞ്ഞു. അങ്ങനെ ബേല പറഞ്ഞു. ബാദൽ കോ ദേഖർ ഘടേം കോ നഹി ദുലാന ചാഹിയേ. അപ്പോൾ കടക്കാരൻ പറയുകയാണ്, ബാദൽ എന്ന് പറഞ്ഞതാണ് കാർമേഘം. മേഘം കാണുമ്പോഴേക്കും കുടം കമഴ്ത്തരുത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഓർ പൂച്ച കോൺസി മേം പഠിത്തേ ഹെ, എത്രയിലാണ് പഠിക്കുന്നത്? 5वीं में 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബൂറേ മനസ്സെ ബത്തായ, സാഹിൽ അതത്ര താല്പര്യമില്ലാത്ത രീതിയിൽ, ഇഷ്ടമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. 5ലാണ് പഠിക്കുന്നത്. ജയ്സെ 5वीं में പഠന പാപ് ഹെ, അവൻ്റെ പറച്ചിലായിട്ട് തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്ന് പറയുന്നത് ഒരു പാപമാണ് എന്ന്. ദോനോം, രണ്ടുപേരും. കടക്കാരൻ വീണ്ടും ചോദിച്ചു. ഹാ ദോനോം, അതെ രണ്ടുപേരും. ഓർ ഹം ദോനോം കാ സൗക്ഷൻ ഭി ഏക് ഹി ഹെ എ. അപ്പം ബേല പറയുകയാണ്, അത് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന ഡിവിഷനും ഒന്ന് തന്നെയാണ്, എ ഡിവിഷൻ. बेला ने ऐसे खुश होकर बताया जैसे यह कोई बहुत बड़ी बात हो. ബേല അങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞു. ഇത് വളരെ വലിയൊരു കാര്യമാണെന്ന മട്ടിലാണ് ബേല ഇത് പറഞ്ഞത്. ക്ലാസ് മേ ദോനോ പാസ് ബൈഠത്തെ, ക്ലാസ്സിൽ രണ്ടുപേരും തൊട്ടടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തേ തോ, നോട്ട് എഴുതുകയാണെങ്കിലോ ദോനോം കോപ്പി മേം കാം കർത്തേ തേ, രണ്ടുപേരും നോട്ട് എഴുതും. കിതാബ് പഠിത്തേ തോ, പുസ്തകം വായിക്കുകയാണെങ്കിലോ രണ്ടുപേരും പുസ്തകം വായിക്കും. ബൾക്കി പാഠ് ഭി ഏക് ഭി പഠിത്തേ, എന്ന് മാത്രവുമല്ല പാഠവും രണ്ടുപേരും വായിക്കുന്നത് ഒരേ പാഠമായിരിക്കും. സാഹിൽ ചമക്കുടി സൻ 57 में वह തൽവാർ പുരാണി थी പഠിത്തേ തോ, അതായത് സാഹിൽ ചമക് ഉടി സൻ 57 में വഹ് തൽവാർ പുരാണി ഥി എന്ന് പഠിക്കുമ്പോൾ അതേ ലൈൻ തന്നെയായിരിക്കും ബേലയും വായിക്കുന്നത്. ബേല ടീച്ചറെ, ഞാൻ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ, പാനി പിന്നെ ചലി ജാവൂ എന്ന് ചോദിക്കുമ്പോൾ സാഹിലും അത് തന്നെ ചോദിക്കും, ബഹൻജി പാനി പിന്നെ ചലി ജാവൂ. ഗണിത് കെ മഠ് സാബ്, ഗണിതം അതായത് കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകൻ സുരേന്ദർ ജി, അദ്ദേഹത്തിൻ്റെ പീരീഡ് ഖേൽ ഖണ്ഡി ഡ്രിൽ പീരീഡിന് ശേഷമാണ്. കെ ബാദ് ആത്താ ഥാ. ബച്ചെ ഉൻസെ കാംതേ തേ, കുട്ടികൾക്ക് അദ്ദേഹത്തെ പേടിയായിരുന്നു. ഓർ ഖേൽ ഖണ്ഡി ബന്ദ് ഹോനെ സെ, ഡ്രിൽ പീരീഡ് തീരുന്നതിന് അവസാനിക്കുന്നതിന് 2 മിനിറ്റ് മുമ്പ് തന്നെ എല്ലാവരും അവനവൻ്റെ സീറ്റുകളിൽ വന്ന് നേരത്തെ തന്നെ ഇരിക്കും. സുരേന്ദർജി എന്ന അധ്യാപകൻ ഈ പീരീഡിൽ അവരുടെ കോപ്പി ചെക്ക് ചെയ്യുമായിരുന്നു, നോട്ട്ബുക്ക് ചെക്ക് ചെയ്യുമായിരുന്നു. ജറാസി ഗൽത്തി, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ കുട്ടികളെ ഇധർ ഉധർ, അതായത് തലങ്ങും വിലങ്ങും ഭേക് തേത്തേ, തള്ളുമായിരുന്നു. ഭേക് എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ്, പക്ഷെ ഇവിടെ അർത്ഥമാകുന്നത് തള്ളിയിടുമായിരുന്നു, ഉന്തുമായിരുന്നു എന്നൊക്കെയാണ്. ചപ്പട്ട് മാറിനെ ലഗ്തേ, അതുമല്ലെങ്കിൽ കുട്ടികളെ കരണം നോക്കി നല്ല അടി കൊടുക്കും. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്ത, അദ്ദേഹത്തിൻ്റെ കൈകളൊന്ന് ചലിക്കാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. രുക്ന ഭൂൽ ജാത്ത, മറന്നുപോകും. എപ്പോഴാണ് നിൽക്കേണ്ടത്, രുക്ന എന്ന് പറഞ്ഞാൽ നിൽക്കുക, എപ്പോഴാണ് നിർത്തുക എന്നുള്ളത് അതിനെപ്പറ്റി മറന്നു. അതായത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഏക് ദിൻ, ഒരു ദിവസം സുരേന്ദർജി എന്ന അധ്യാപകൻ ബേലയുടെ ബാലോം, തലമുടിയിൽ പിടിച്ചു. പാഞ്ച് ഭസായ, പിടിച്ചു വലിച്ചു. പർ ഷായദ് ജിസ് ഗൽത്തിക്കോ, പക്ഷേ ഏത് മിസ്റ്റേക്കിനാണോ പാക്കർ വേ ഉസ്കെ ബാൽ പകഡ്കർ ഫേക്നെ വാലേ ഥേ, ഏത് മിസ്റ്റേക്കിന് വേണ്ടിയാണോ അവളുടെ തലമുടി പക്കഡ്കർ പിടിച്ച് തള്ളാൻ തുടങ്ങിയത്, ഭേക്നെ വാലെ അല്ലെങ്കിൽ എറിയാൻ തുടങ്ങിയത്, വഹ് ഗൽത്തി തി ഹി നഹി, അതൊരു മിസ്റ്റേക്ക് ആയിരുന്നില്ല. ഉനോനെ ബേലാക്കോ ചോട് ദിയ, അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവളെ വെറുതെ വിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹ്ര, അവളുടെ ഭയം നിറഞ്ഞ മുഖം, ചെഹ്ര നിറഞ്ഞ മുഖം കണ്ടുകൊണ്ട് ദേഖർ സാഹിൽ ഇത് കണ്ടപ്പോൾ ബൂരി തര ഡർ ഗയാ ഥാ, വളരെയധികം പേടിച്ചുപോയി. ഡർ ഗയ, പേടിച്ചുപോയി.
ഉസ്നെ ദേഖാ കി ബേല കി പാവ്, അവൻ നോക്കിയപ്പം ബേലയുടെ പാദങ്ങൾ അഭീവി ഇപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ഖടേ ഖടേ നിന്നുകൊണ്ട് തന്നെ ഘിർ ജായകി, ഇപ്പോൾ വീഴും എന്ന് തോന്നിപ്പോകും. സുരേന്ദർജി എന്ന അധ്യാപകൻ കോപ്പി അവൾ ഇരിക്കുന്നിടത്ത് ബൈഠ്നേക്ക് ജഗ, ഇരിക്കുന്ന സ്ഥലത്തേക്ക് എറിഞ്ഞു. ഭേക്തേ ഹുയെ, എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ നിൻ്റെ സീറ്റിൽ പോയിരിക്കുക എന്ന് ആക്രോശിച്ചു. ബേല കാ മൻ ബഹുത് ഖറാബ് ഹോ ഗേ, ബേലയുടെ മനസ്സ് വളരെ വിഷമിച്ചു. മട്ട് സാബ്, അധ്യാപകൻ, ചാഹെ മുझे പീട്ട് ലേത്തെ, എന്നെ അടിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല. മഗർ സാഹിൽ കെ സാമനെ നഹി, പക്ഷെ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടിയിരുന്നില്ല. ഓ സാഹിൽ കെ സാമനെ, അവൾക്ക് സാഹിലിൻ്റെ മുന്നിൽ സ്വയം ഷർമിന്ദ മഹസൂസ് കർ രഹി തീ, ലജ്ജ തോന്നി തുടങ്ങി. ക്യോങ്കി, കാരണം വഹ് ജാൻതി തീ, അവൾ അറിഞ്ഞിരുന്നു അവൾ സാഹിലിൻ്റെ കണ്ണിൽ ബഹുത് അച്ചി ഹെ, വളരെ നല്ല ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് വളരെയധികം വിഷമമായത്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി, അവൾ സാഹിലിൻ്റെ അടുക്കൽ വന്ന് ഇരുന്നപ്പോൾ അവൾക്ക് സാഹിലിൻ്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. നസർ നഹി മിലാപ്പായി. ദീപാവലിയുടെ അവധിക്ക് ശേഷം, ചുട്ടിയോം കെ ബാദ്, സ്കൂൾ തുറന്നപ്പോൾ ഖുല, അപ്പോൾ ബേല സ്കൂളിൽ വന്നപ്പോൾ അവളുടെ തലയിൽ സിർ പർ സഫേദ് പട്ടി, വെള്ള നിറത്തിലുള്ളൊരു ബാൻഡേജ് കെട്ടിയിരുന്നു. ചിലരവളെ ഹോയ് 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 സഫേദ് പട്ടി, അതായത് വെള്ള ബാൻഡേജുകാരി എന്നും, മറ്റു ചിലരവളെ കൊള്ളക്കാരുടെ രാജ്ഞി എന്നും, വേറെ ചിലർ മറ്റു പലതും വിളിച്ച് കളിയാക്കിയിരുന്നു. ചിടാരഹാത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ടീസ്, കളിയാക്കുക. ചിട എന്ന് പറഞ്ഞാൽ കളിയാക്കുക. അപ്പോൾ അങ്ങനെ കളിയാക്കിയിരുന്നു. യേ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താണ് സംഭവിച്ചത് ബേല? സാഹിൽ വിഷമത്തോട് ചോദിച്ചു. അപ്പോൾ ടെറസിൽ നിന്ന് വീണതാണെന്ന് ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. ബഹുത് ദിൻ ഹോ ഗേ, കുറേ നാളായി. ഇന്ന് നമുക്ക് ആജ് ഖേൽ ഘണ്ടി മേ, ഡ്രിൽ പീരീഡിൽ ഗാന്ധി ചൗക്കിൽ പോയി ലങ്കടി ടങ്കെ ഖേലെങ്കെ, ലങ്കടി ടങ്ക് കളിക്കാം. നഹി ഖേലെങ്കെ, വേണ്ട അത് കളിക്കണ്ട, നിൻ്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായാലോ. നഹി ലഗോഗ, ഇല്ല അങ്ങനൊന്നും വരില്ല എന്ന് ബേല ശാഠ്യം പിടിച്ചു. ജിദ്കി, എന്നിട്ട് അവൾ എന്ത് ചെയ്തു? ഹമേശാക്കി തരഹ്, എല്ലായ്പ്പോഴത്തെയും പോലെ, സാരേ ബച്ചോം കെ സാത്ത്, മറ്റു കുട്ടികൾക്കൊപ്പം ഗാന്ധി ചൗക്കിൽ പോയി ഡ്രിൽ പീരീഡിൽ ലങ്കടി ഠാങ്കെ കളിച്ചു. ലങ്കടി ഠാങ്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ കാലിൽ ചാടിയുള്ള ഒരു കളിയാണ്. ഈ കുട്ടികൾ തൻ്റെ 4 സൈഡിലും, അപ്നെ ചാറോം ഓർ, 4 സൈഡിലും കളിക്കുന്നത് കണ്ടപ്പോൾ ഖേൽത്തെ ദേക്കർ, ഗാന്ധിജിയുടെ മൂർത്തി, സ്റ്റാച്യു എങ്ങനെ കാണപ്പെട്ടു? ഗാന്ധിജിയുടെ സ്റ്റാച്യു ഐസേ ദിഖായിപ്പെടുത്തി, ഇതിന് മുന്ന് ഇതേവരെ ചിരിച്ചിട്ടില്ലാത്തതുപോലെ കുറച്ച് അധികം കൂടി മുസ്കുറാന്ന് പറഞ്ഞാൽ ചിരിക്കുന്നതായിട്ട് തോന്നി. രവിവാർ കദിൻത, അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സാഹിൽ അവൻ്റെ വീട്ടിൽ നീം കെ പേട്, വേപ്പുമരത്തിൻ്റെ ഡാലി പക്കട്കർ, അതിൻ്റെ ഒരു ബ്രാഞ്ച്, അതിൽ തൂങ്ങിക്കിടന്ന് ആടുകയായിരുന്നു. ജൂം റഹാത്ത, വഹയൊക്കെ സ്റ്റൂൾ പർ ചെടുക്കർ, അവനൊരു സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഇങ്ങനെ ആടിയത്. അചാനക് ടൂട്ടേ സ്റ്റൂൾ കി ഏക് കീൽ, അപ്പോൾ ആ ഒടിഞ്ഞിരിക്കുന്ന സ്റ്റൂളിൻ്റെ ഒരു ആണി അവൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ കൊണ്ടുകയറി. 1 ഇഞ്ച് നീളത്തിൽ, 1 ഇഞ്ച് ഗഹര മുറിവ് ഉണ്ടായി. ഉസേ സർക്കാരി ആസ്പത്താൽ, അപ്പോൾ സർക്കാർ ഹോസ്പിറ്റലിൽ പോയി ബാൻഡേജ് ഇടാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോഴോ ഉസ്നെ ദേക്കാക്കി 2 ലോഗോം കെ ചോഡ്കർ, 2 പേർക്കപ്പുറം അവിടെ ആര് നിൽക്കുന്നു? ബേല. അവൾക്ക് ബാൻഡേജ് കെട്ടാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. സ്കൂൾ ആത്തെ ജാത്തെ ഹെ, സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോഴും ഓർ കക്ഷാമയും, സ്കൂളിൽ ക്ലാസ്സിലും, കക്ഷ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലും, കൈ ദിനോന്ത, കുറച്ച് നാളത്തേക്ക്, 2 ഐസേ ബച്ചേ, 2 കുട്ടികൾ, എങ്ങനെയുള്ള കുട്ടികളാണ്? ദിഖായി ദേത്തെ രഹെ, കാണാനിടയെ. എങ്ങനെയുള്ള കുട്ടികളെ കണ്ടേ? ജിന്മേ സേ ഏക് സിർ പർ, ഒരാളുടെ തലയിൽ
ബാൻഡേജ് കിട്ടിയിരുന്നു, മറ്റൊരാളുടെ ഉപ്പൂറ്റിയിൽ ബാൻഡേജ് കിട്ടിയിരുന്നു. അങ്ങനെയുള്ള 2 കുട്ടികളെ കാണാനിടയായി. സഫേദ് പട്ടി വാലേ ഥേ ദോനോം, 2 പേരും വെള്ള ബാൻഡേജുകാരായിരുന്നു. അങ്ങനെയുള്ളവരെ എല്ലായിടത്തും ഒരുമിച്ചാണ് കണ്ടിരുന്നത്. സാഥി ദിഖായി ദേത്തെ. നിങ്ങൾ ബേലയുടെയും സാഹിലിൻ്റെയും കഥ കേട്ടല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത പാർട്ട് 2-ൽ കേൾക്കാം. ഇനി മിസ്സ് പറഞ്ഞ കുറച്ച് ഗ്രാമർ കാര്യങ്ങളൊക്കെയാണ്. ക എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഏതിൻ്റെ കൂടെയാണ്? ഏകവചനം പുല്ലിംഗം, മസ്കുലിൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗം. കെ ആണെങ്കിലോ ബഹുവചനം പുല്ലിംഗം. കി എന്നുള്ളത് സ്ത്രീലിംഗത്തിൻ്റെ കൂടെയുമാണ് ഉപയോഗിക്കുന്നത്. അതിന് ചില എക്സാമ്പിൾസ് മിസ്സ് തന്നിരുന്നു, അതൊന്ന് നോക്കാം. 11 സാൽ കാ ലടുക്ക ജാ രഹാ താ, 12 വയസ്സുള്ള ആൺകുട്ടി നടക്കുകയാണ്. അപ്പോൾ ആൺകുട്ടി എന്നുള്ളത് പുല്ലിംഗമാണ്, സിംഗുലറാണ്. അപ്പോൾ കാ ഉപയോഗിച്ചു. ബേല കെ പാവ്, ബേലയുടെ പാദങ്ങൾ, പാദങ്ങൾ പ്ലൂരലാണ്. അപ്പോൾ കെ വന്നു. അബീബി കാപ് രഹേ ഥേ, ഇപ്പോഴും വിറയ്ക്കുകയാണ്. സാഹിൽ കി ബോട്ടിൽ, സാഹിലിൻ്റെ കയ്യിലെ ബോട്ടിൽ അഭി അഭി ഖാലി ഹോ ഗയി ഹേ, ഇപ്പോൾ ജസ്റ്റ് കാലിയായിപ്പോയി, അതിലൊന്നുമില്ല, തീർന്നു പോയി. അപ്പം ബോട്ടിൽ എന്നുള്ള വാക്കവിടെ സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് കി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് പാനി കി ബൂന്തിയും, വെള്ളത്തിൻ്റെ തുള്ളികൾ, തുള്ളി എന്നുള്ളതും സ്ത്രീലിംഗമാണ്, അതുകൊണ്ടാണ് കി വരുന്നത്. അടുക്കി ഹുയിത്തി, അടുക്കി ഹുയിത്തി എന്ന് പറഞ്ഞാൽ അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ മിസ് വേറെ കുറച്ച് എക്സാമ്പിൾസ് കൂടി തന്നു, നമുക്ക് അതുകൂടി നോക്കാം. ബേല 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനി ആണ്. അവിടെ ഫെമിനിൻ ആണ്, സിംഗുലർ ആണ്, കി യൂസ് ചെയ്തു. സാഹിൽ 5वीं കക്ഷ കാ ഛാത്ര ഹേ, കാ ഇല്ലേ വരിക, കാരണം എന്താ? ആൺകുട്ടിയാണ്, സിംഗുലറാണ്, അപ്പം ക. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്കൂൾ കാ ബച്ച, സ്കൂളിലെ കുട്ടി. സ്കൂൾ ഡാഷ് ബച്ചെ, ബച്ചെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, പ്ലൂരലാകുമ്പോൾ അവിടെ എന്ത് വരും? കെ. സ്കൂൾ കെ ബച്ചെ. ഇനി നമുക്ക് ഒരു ചോദ്യം നോക്കാം. ജിബ് വഹ് ഉസ്കെ പാസ് ആക്കർ, അവൾ അവൻ്റെ അടുക്കൽ വന്നിരുന്നപ്പോൾ അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിഞ്ഞില്ല. എന്താണ് കാരണം? പെഹല കാരണം എന്താണ്? സാഹിലും ഒപ്പമുണ്ടായിരുന്നു, അവളുടെ കൺമുന്നിലുണ്ടായിരുന്നു. ദൂസര, രണ്ടാമത്തെ കാരണം എന്താണ്? സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ അവൾ നല്ല ഒരു പെൺകുട്ടിയായിരുന്നു. അച്ചി ലടുക്കി, നല്ലൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കര ലജ്ജ തോന്നാൻ കാരണം. ഇനി നമുക്ക് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ചില പ്രത്യേകതകൾ നോക്കാം. ബേല ഓർ സാഹിൽ സച്ചേ ദോസ്ത്, ട്രൂ ഫ്രണ്ട്സ് ആയിരുന്നു. 2 പേരും ഒരുമിച്ചാണ് വായിച്ചിരുന്നത്, ഒരുമിച്ചാണ് സ്കൂളിൽ പോയിരുന്നത്, പോകുന്ന വഴിയിൽ ബീർബഹൂട്ടുകളെ തിരഞ്ഞിരുന്നു, ഒരുമിച്ചാണ് കടയിൽ പോയിരുന്നത്. കക്ഷോമേ പാസ് പാസ് ബൈഠത്തെ ഹേ, ക്ലാസ്സിലും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. ബേലയുടെ ദുഃഖം സാഹിലിൻ്റെ ദുഃഖവും ആയിരുന്നു. അത്ര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു അവർ. ഈ കുട്ടികൾ തൻ്റെ 4 വശത്തും കളിക്കുന്നത് കാണുമ്പോൾ ഗാന്ധിജിയുടെ മൂർത്തി, സ്റ്റാച്യു പതിവിലും കൂടുതലായി, അധികമായി ചിരിക്കുന്നതായി കാണപ്പെട്ടു. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കുട്ടികൾ സന്തോഷത്തോടു കൂടി കളിക്കുന്നു. 4 വശത്തും, ചാറോ മോർ, 4 വശത്തും സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷമാണ്. അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ സ്റ്റാച്യു പതിവിലും കൂടുതലായിട്ട് മുസ്കുറാത്തി, ചിരിക്കുന്നു, പുഞ്ചിരി തൂകുന്നു എന്ന് തോന്നുന്നതായി പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടണിൽ അമർത്തി സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ ആക്കിയാൽ തുടർന്ന് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.